ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് ഞാനിന്ന് ഉണ്ടാക്കുന്നതെന്നല്ലേ? ഇത് ഏത് പ്രായക്കാർക്കും ഏത് അസുഖക്കാർക്കും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ഫുഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെന്താണെന്ന് കാണാം. മീഡിയം സൈസിലുള്ള 3 മധുരക്കിഴങ്ങ് ഞാൻ വേവിച്ച് വച്ചിട്ടുണ്ട്. ഇത് കുക്കറിലാണ് വേവിച്ചത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചു. 2 വിസിൽ മതിയാകും, നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് വയ്ക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് വേണ്ടത് ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ള സോയാ ചങ്ക്സ് ആണ്. അതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചതിൽ സോയാ ചങ്ക്സ് ഇട്ട് 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരി മാറ്റി അതിലുള്ള വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പച്ചമുളകും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ചീരയാണ്. പച്ച ചീരയായാലും കുഴപ്പമില്ല. മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു വരും. നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഇതിവിടെ ഇരിക്കട്ടെ. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ് ഇട്ടത്. ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിൽ ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചീര ചേർക്കാം. ചീര ഇല മാത്രമാണ് ഞാൻ എടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചീര പെട്ടെന്ന് തന്നെ വാടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച സോയാ ചങ്ക്സ്. ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ളതും നാരുകൾ അടങ്ങിയിട്ടുള്ളതുമാണ് സോയാ ചങ്ക്സ്. ചിക്കനും പനീറും ഒക്കെ കഴിക്കുന്ന അതേ ഗുണമാണ് സോയാ ചങ്ക്സിനും ഉള്ളത്. പക്ഷേ അധികം ആരും ഉപയോഗിക്കാറില്ല. ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു വ്യത്യസ്തത വരുത്തി നോക്കിക്കേ. എന്താണെന്ന് അറിയുകയുമില്ല, എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഇതിൽ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീരയും സോയാ ചങ്ക്സുമെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മധുരക്കിഴങ്ങ് ചേർക്കാം. മധുരക്കിഴങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ ഫുഡാണ്. മധുരമുള്ളത് കൊണ്ട് ഇത് പ്രമേഹമുണ്ടാക്കുമെന്നൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഡയബറ്റിക് ഉള്ളവർക്കും ഇത് കഴിക്കാം. ശരീരത്തിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇത് കുറയ്ക്കും. അതുപോലെ വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൃദയാഘാതം ചെറുക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൽ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും വളരെ ഗുണമാണ്. ഇതിലിനി ഒരല്പം നാരങ്ങ നീര് കൂടി ചേർക്കാം. 1 മുറി നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരല്പം പുളിയുള്ളത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം എണ്ണ തേച്ച് ഈ കൂട്ട് ഇതിലിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇലവർഗ്ഗങ്ങളും കിഴങ്ങുകളും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ. അവരറിയുകയില്ല ഇതിലെന്തുമാത്രം വൈറ്റമിൻസാണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴൊരു സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട്ലറ്റായിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് തവയിലാണ്. അല്പം എണ്ണ തേച്ചിട്ടുണ്ട്. ഓരോ പീസുകളായിട്ട് ഇതിൽ വെച്ച് 2 സൈഡും 3-4 മിനിറ്റ് വീതം ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ആകെ 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ചീരയും മധുരക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.